ജലജീവൻ മിഷന്റെ കാര്യം മിനിസ്റ്റർ പറഞ്ഞു. അതല്ലാതെ ജലവിഭവ വകുപ്പിന് കീഴിൽ മറ്റെന്തൊക്കെ പ്രോജക്റ്റുകളാണ് കിഫ്ബി വഴി? അല്ല, കിഫ്ബിയുടെ പ്രോജക്റ്റാണ് പറഞ്ഞത്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കിഫ്ബി മുഖാന്തരം 67ഓളം കുടിവെള്ള പദ്ധതികൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൈപ്പ് മാറിയിടാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി തന്നെ 5460 കോടിയോളം രൂപ കിഫ്ബിയുടെ ഭാഗമായി തന്നെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അത് ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ പ്രോജക്റ്റിൽ ഇപ്പോൾ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തീർന്നു. ആ വെള്ളം നമുക്ക് പിന്നെ വിതരണ ശൃംഖല കൊടുത്താൽ മതി, ജലസേചനം അല്ലെങ്കിൽ പിന്നെ മറ്റ് ഈ ജലജീവൻ മിഷനിൽ. അപ്പോൾ ഇതും കൂടെ ലിങ്ക് ചെയ്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ തീര സംരക്ഷണം, ഇപ്പോൾ ചെല്ലാനമായിരുന്നല്ലോ നമ്മുടെ ഒരു മഴക്കാർ വന്നാൽ ചെല്ലാനത്തിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം. വലിയ വാർത്തയും റിപ്പോർട്ടിങ്ങൊക്കെ ആവുന്നതാണ്. അവിടെ ഞങ്ങൾ ആദ്യം ചെല്ലുമ്പം കണ്ടത് എന്താ, എന്തുമാത്രം നിരാശാജനകമായിരുന്നൊരു അന്തരീക്ഷമാണ്. ഏകദേശം 340 കോടി രൂപ മുടക്കി ആദ്യത്തെ റീച്ചാൻ നിർമ്മാണം പൂർത്തിയായി ചെല്ലുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഒരു കാലത്ത് കടലിനെ ഭയപ്പെടേണ്ടതില്ല. മാത്രമല്ല, അവിടെ ചെല്ലുന്നവർക്ക് അതിൻ്റെ മുകളിൽ കയറുന്ന കടൽ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ടൂറിസം സാധ്യതയ്ക്ക് വരെ ഇട കൊടുത്തു. ഇപ്പോൾ 400 കോടി രൂപയും കൂടെ അനുവദിച്ചിരിക്കുക എൻ്റെ സെക്കൻഡ് ഫേസ്. മനോഹരമായ ആ പ്രോജക്റ്റ് അവിടെ തീരും. ഇനി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകൾക്ക് ആവശ്യമായ ധനസഹായവും കിഫ്ബി പറഞ്ഞത് പ്രകാരമുള്ളതും കൂടെ നമ്മളിപ്പോൾ രൂപപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു വരിക. ഈ വകുപ്പിന് കീഴിൽ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റ് അതെന്തൊക്കെയാണ്? അത് ഈ തീരദേശത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പദ്ധതികളിൽ കുറേ നമുക്ക് കിഫ്ബിയുടെ ധനസഹായം ലഭ്യമാകുന്നുണ്ട്. പിന്നെ വേൾഡ് ബാങ്കിൻ്റെ ADBയുടെ ധനസഹായത്തോടു കൂടിയാണ് ശേഷിച്ച ഭാഗം. അപ്പം തീരദേശം എല്ലായിടവും ഒരുപോലെ തന്നെ ഈ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള സംരക്ഷണം ആവശ്യം നമുക്കില്ല. തീരദേശത്തേക്ക് വരുന്ന കടലിൻ്റെ ആക്രമണ രീതി, അതിന് ഓരോ രീതിയിലും അതിൻ്റെ ഇത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഹോട്ട്സ്പോട്ട് ഏരിയയാണ് കൂടുതലും ഇത്തരത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് മുൻകാലങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കുന്നതിന് ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല. എല്ലാ ഭംഗിയായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിലയ്ക്കൽ വരെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുകയായിരുന്നു നമ്മൾ മുൻകാലങ്ങളിലെല്ലാം നടത്തിയിരുന്നത്. ഏകദേശം 3.5 കോടി 4 കോടി രൂപ വരെ വർഷം തോറും ചിലവ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ വർഷം മുതൽ നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ വരെ വാട്ടർ അതോറിറ്റിക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്രപരമായ ഒരു കാര്യമാണ്. അത് വലിയ രീതിയിൽ ആശ്വാസജനകമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒന്ന്, ആ തിരക്കിനിടയിലുള്ള ഈ വാഹനങ്ങളുടെ ഓട്ടം നിർത്താനായിട്ട് കഴിഞ്ഞു. പിന്നെ വലിയ ജലസംഭരണികളിൽ അവിടെ തന്നെ വെള്ളം നമുക്ക് സംഭരിച്ച് വിതരണം ചെയ്യാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തർക്കും സമീപപ്രദേശത്തുള്ള പഞ്ചായത്തുകൾക്കും അതിന് ഗുണം ലഭിക്കുന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതോടൊപ്പം ഈ മൈക്രോ ഇറിഗേഷൻ പ്രോജക്ട്സ്, ഇപ്പോൾ നമ്മൾ സാധാരണ ജലസേചനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നത് ഈ പാടി ഫീൽഡിനായിരുന്നു. എന്നാൽ ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഈൽഡ് വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന നിലപാടുണ്ടാക്കണം ഞങ്ങൾ ആഗ്രഹിച്ചു. ജാതി, കൊക്കോ, ഗ്രാമ്പു, ഏലം, റബ്ബർ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, അതിനൊക്കെ ആവശ്യമായ ജലം അതിനനുസരിച്ച് നൽകാൻ കഴിയത്തക്ക വിധത്തിലുള്ള മൈക്രോ പ്രോജക്ട്സ് അത് ഈ ഗവൺമെൻറ് വന്ന് ആദ്യ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഉൾപ്പെടുത്തി. KM മാണി ഊർജിത കാർഷിക ജലസേചന പദ്ധതി അത് വ്യാപകമായി കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കുറേ കൂടി അത് വിപുലീകരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ ഈൽഡിൽ നിന്ന് കുറേ ആദായം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ജലസേചനം നല്ല നിലയിൽ കിട്ടിയാൽ ഈൽഡ് വർദ്ധിക്കും. ആ നില കണ്ടാണ് ആ പദ്ധതി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടൊന്ന് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ ബെറ്റിനോടും കൂടി സഹായകമാകുന്നൊരു നിലപാടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ കർഷകർക്ക് ആശ്വാസം നൽകും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണാൻ കഴിയും. അപ്പോൾ അതാണ് കിഫ്ബിയും വികസനവും മണ്ഡലത്തിൽ എന്തൊക്കെ സാധ്യമാക്കിയൊപ്പം വകുപ്പിന് കീഴിൽ എന്തൊക്കെയാണ് കിഫ്ബിയിലൂടെ സാധ്യമാക്കാൻ കഴിഞ്ഞത്. ഇതാണ് മന്ത്രി വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.